ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB അതുപോലെ തന്നെ കേരള ബാങ്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. എമോർട്ടൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ്, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ഏണിംഗ്, ഓൾ ഓഫ് ദി എബോവ്. എന്താണ് എമോർട്ടൈസേഷൻ? എമോർട്ടൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയണം, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റ്, ആസ്തികൾ. അത്തരം ആസ്തികളുടെ വാല്യൂവിൽ വരുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എമോർട്ടൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അമോർട്ടൈസേഷൻ ഇതിൽ നമ്മൾ എന്തായാലും പഠിക്കണം. അമോർട്ടൈസേഷൻ ഈസ് ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. നമ്മുടെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? അമോർട്ടൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിനുള്ള എക്സാമ്പിൾ ഏതാണ്? പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, നമ്മുടെ ഗുഡ് വിൽ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റ് വിച്ച് ഡസ് നോട്ട് ഡിപ്രീസിയേറ്റ്, ഒരിക്കലും വാല്യൂ കുറയില്ല. ആ അസറ്റിന് ഒരിക്കലും തേയ്മാനം സംഭവിക്കാത്ത ഒരു ആസ്തി ഏതാണ്? അതിൻ്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുക മാത്രമേ ഉള്ളൂ. നമുക്കിത് വലിയ പഠിച്ചില്ലെങ്കിലും നമുക്കിതിന് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഏതാണ്? ലാൻഡ്, പ്ലാന്റ്, ബിൽഡിംഗ്, ഫർണിച്ചർ. വാല്യൂ ഉപയോഗിക്കും തോറും കൂടും, അല്ലെങ്കിൽ കാലം കഴിയും തോറും, ഓരോ കാലങ്ങൾ കടന്നു പോകും തോറും വാല്യൂ ഒരിക്കലും കുറയാത്തൊരു അവസ്ഥയാണ് ഇത്, നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡിന് എപ്പോഴും എന്തേ ഉള്ളൂ? അപ്രീസിയേഷനേ ഉള്ളൂ, ഒരിക്കലും എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ ഇരിക്കുന്ന ഭൂമിയുടെ വിലയും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂം ഒരിക്കലും കുറയല്ല ചെയ്തിരിക്കുന്നത്, വാല്യൂ കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻഡിച്ചർ, ബുക്ക് ചാർജ്, ഇൻകം. ഡിപ്രീസിയേഷൻ എന്ന് പറയും, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്, ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഒരിക്കലും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് ബുക്ക് ചാർജ് ആണ്. ഇത് നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബുക്ക് ചാർജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇസ് നോൺ ആസ്. ടെക്നോളജിയിൽ വരുന്ന വ്യത്യാസം മൂലം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, ഒബ്സലസൻസ്. ടെക്നോളജി എപ്പോഴും മാറി വരുന്നുണ്ട്, അപ്പോൾ ഒബ്സലസൻസ് ആണ്, കാലപ്പഴക്കം മൂലം, അല്ലെങ്കിൽ ഇങ്ങനെ കാലഘട്ടം മാറി വരുമ്പോൾ നമ്മുടെ ടെക്നോളജിയിലുള്ള വ്യത്യാസം മൂലം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒബ്സലസൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? നമ്മൾ കണ്ടിന്യൂസ് യൂസ് മൂലം നമ്മുടെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. അപ്രീസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഇൻക്രീസ് ആണ്, അസറ്റിൻ്റെ യൂസേജ് അല്ലെങ്കിൽ കാലങ്ങൾ കടന്നു പോകുന്നതോറും അസറ്റിൻ്റെ വാല്യൂ കൂടുന്നെങ്കിൽ അതിന് നമുക്ക് അപ്രീസിയേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഡിപ്ലീഷൻ ആണ്. ഡിപ്ലീഷൻ മീൻസ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവില്ല, ഇപ്പോൾ നമ്മൾ പെട്രോളിയം അങ്ങനെ പല പ്രൊഡക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് മൂലം ഉണ്ടാവുന്ന കുറവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്ലീഷൻ എന്ന ടേം കൊണ്ട് വിളിക്കാം. അപ്പോൾ ഒബ്സലസൻസ് ആണ്, ടെക്നോളജിക്കൽ ചേഞ്ച് മൂലം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് നമ്മൾ വിളിക്കുക ഒബ്സലസൻസ്. ഒബ്സലസൻസ് ഈസ് എ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ് മേക്കിംഗ് ഇറ്റ് ഔട്ട്ഡേറ്റഡ് ഓർ ലെസ് യൂസ്ഫുൾ. ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജികളൊക്കെ എപ്പോഴും മാറി വരും. ഇപ്പോൾ പണ്ടത്തെ ഓരോ വേർഷൻസ്, നമ്മുടെ ഇപ്പോൾ AI കാലഘട്ടമാണ്. അപ്പോൾ എന്താണ് അപ്പോൾ ഓരോന്ന് പുതിയ കണ്ടുപിടിച്ചത് എന്താണ്? ഔട്ട്ഡേറ്റഡ് ആയി പോവാണ്. അങ്ങനെ ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ലെസ് യൂസ്ഫുൾ ആയി പോകുമ്പോൾ ടെക്നോളജി എന്നൊരു കാരണം മൂലം നമ്മുടെ അസറ്റ് ഔട്ട്ഡേറ്റഡ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒബ്സലസൻസ് എന്ന് വിളിക്കാം. നമ്മളൊരു കുറച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. മിസ്റ്റർ എ പർച്ചേസ്ഡ് എ മെഷീനറി കോസ്റ്റിംഗ് ₹1 lakh. ഫസ്റ്റ് നമ്പർ 2013. Transportation and installation charge were incurred amounting ₹10,000 and ₹4,000 respectively. Dismantling charge of old machine was ₹10,000. Market value of new machine was estimated at 1.2 lakh on 1st March 2014. While preparing the final account, he valued the machinery at 1.2 lakh in his book. Which of the following concept was violated by A? ഇത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ
ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി വയലേറ്റ് ചെയ്തിരിക്കുന്നത്, തെറ്റിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം മിസ്റ്റർ എ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെഷീനറി 1,00,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില എത്രയാണ് വരിക, 10,000 രൂപ. അത് ട്രാൻസ്പോർട്ടേഷനും 4,000 രൂപ അത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനും വന്നിട്ടുണ്ട്. അപ്പോൾ മെഷീൻ്റെ വില എത്രയായി മാറി, 1,00,000 പ്ലസ് 10,000 പ്ലസ് 4,000. അതുപോലെ തന്നെ ഓൾഡ് മെഷീൻ കൊടുത്തപ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട്, 10,000 വന്നിട്ടുണ്ട്. അത് കുറയ്ക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കിടക്കുന്നത് 1,04,000 രൂപയാണ് മെഷീൻ്റെ വില. അതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ബുക്ക് വാല്യൂ 1,04,000. മാർക്കറ്റ് വാല്യൂ, ആ മെഷീൻ്റെ ഇന്നത്തെ വില 1,02,000 രൂപ, 1.2 ലാക്ക്, 1,20,000 രൂപയാണ് ആ മെഷീനറിയുടെ ഇപ്പോഴത്തെ വില വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മിസ്റ്റർ എ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഏത് പ്രൈസാണ്, 1,20,000 ആണ്. ശരിക്കും ബുക്ക് വാല്യൂ എത്രയാണ്, 1,04,000 രൂപയാണ്. നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരം പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് കോൺസെപ്റ്റ്, ഏതൊരു അസറ്റും അതിൻ്റെ ബുക്ക് വാല്യൂവിൽ വേണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിലല്ല റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് തത്വമാണ് ഇത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം മിസ്റ്റർ എ ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത് എത്ര രൂപയാണ്, 1,04,000 ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പകരം 1,20,000 എഴുതിയത് തെറ്റാണ്. ഏതൊരു ആസ്തിയും അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിലല്ല നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ബുക്ക് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. മിസ്റ്റർ എ ഇവിടെ വയലോട്ട് ചെയ്ത കോൺസെപ്റ്റ് ഏതാണ്, കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. According to the concept, an asset should be recorded at its actual cost and not revalued at market value. Cost concept ആണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ്ങിലെ ഡിപ്രീസിയേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.